ദുർഗാ സി വിനോദ് എന്ന് വിളിക്കണോ അതോ കുഞ്ഞിനീലി എന്ന് വിളിക്കണോ? ഒരുപാട് വിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകത തോന്നിയൊരു വിഷാണ് DQ അങ്കിള്, പിന്നെ അതേപോലെ ടോവിനോ ചേട്ടനൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കല്യാണി ചേച്ചി, അവരൊക്കെ കൂടുതൽ വിഷ് കുറേ തന്നിട്ടുണ്ടായിരുന്നു. കളരി പഠിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു ഫാന്, എൻ്റെ ഒരു ഫാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളരി മാത്രമല്ല, വേറെ കരാത്തെ, കുംഫു, തായ്ക്കൊണ്ട, അങ്ങനെ എല്ലാതും എല്ലാം ഉണ്ട്. പിന്നെ കല്യാണി ചേച്ചിയും വിസിറ്റിന്, തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോ എന്നെ വിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രൊട്ടക്റ്റീവിലായിരുന്നു, എന്നെ കൈവിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയില് മോളെന്തോ ഒരു 20 അടി ഹൈറ്റ് ചെയ്യുന്നുണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു? എനിക്ക് ടെൻഷൻ തന്നില്ല, കാരണം ഇവിടെ മാർഷൽ ആർട്സിൽ ഇതുപോലെ റോപ്പിന്റെ ട്രെയിനിങ് ഒക്കെ തരാറുണ്ട്. അതാണ് ഇപ്പൊ ഇതിലെ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ഉഷാറായത്. അഭിനയിക്കാൻ എന്തെങ്കിലും പേടി തോന്നിയതോ, ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയ സീൻസ്? എനിക്ക് അതില് ഒരെണ്ണം പോലും ടെൻഷൻ തോന്നിയില്ല, കാരണം അവിടെയുള്ള എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. പോസിറ്റീവ് മാത്രം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കാര്യങ്ങളേക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും ബ്ലെസ്സിങ്സ് ഉണ്ടായതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വായിലൊക്കെ പൊന്തിച്ച് നിർത്തിയിട്ടുണ്ട്. ദുർഗാ സി വിനോദ് എന്ന് വിളിക്കണോ അതോ കുഞ്ഞിനീലി എന്ന് വിളിക്കണോ? എന്താണ് ഞങ്ങൾ വിളിക്കേണ്ടത്? എന്ത് വേണേലും വിളിക്കാം. എന്താണ് കൂടുതൽ ഇഷ്ടം ഇപ്പോ? എനിക്കിപ്പോ കുഴപ്പമില്ല, കുഞ്ഞിനീലി എന്ന് വിളിക്കാം. അതെ. എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ്? ഇങ്ങനെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് മോളുടെ? ഒന്നും പറയാനില്ല. എല്ലാവരും അവിടെയുള്ള ആ സെറ്റിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ ഡയറക്ടർ ഡോം ആണെങ്കിലും, അതേപോലെ ശാന്തി ചേച്ചി, പിന്നെ നിമിഷ് അങ്കിള്, പിന്നെ മുരളി മാസ്റ്റർ, അങ്ങനെ പിന്നെ ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതെ. അപ്പൊ നല്ലൊരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഒരു പ്രത്യേകതയുണ്ട് ഈ ഓണത്തിന് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മെസ്സേജുകൾ മോൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോ അതിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു മെസ്സേജ് ആരുടെയാണ് ഏറ്റവും കൂടുതൽ? നമ്മൾ ഒരുപാട് വിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകത തോന്നിയൊരു വിഷ് ആരായിരുന്നു? അങ്ങനെ പറയുകയാണെങ്കിൽ 2-3 DQ അങ്കിള്, പിന്നെ അതേപോലെ ടോവിനോ ചേട്ടനൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കല്യാണി ചേച്ചി, അവരൊക്കെ കൂടുതൽ വിഷ് കുറേ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു കമന്റ് ആയിരുന്നു. എന്താണ് അവര് വിഷ് ചെയ്തത്? എന്താണ് അവര് കൂടുതൽ കളരി പഠിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു ഫാന്, എൻ്റെ ഒരു ഫാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല വിഷയമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതെ, ശരി. ഓക്കെ. മോള് ഒരുപാട് അഭ്യാസ കലകൾ, മാർഷൽ ആർട്സ് ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നു എന്ന് കേട്ടു. എന്തൊക്കെയാണ് മോള് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാന് ഇവിടെ കളരി മാത്രല്ല, വേറെ കരാത്തെ, കുംഫു, തായ്ക്കൊണ്ട, അങ്ങനെ എല്ലാതും എല്ലാം ഉണ്ട്. അതിന് കുറച്ചീശെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാർഷൽ ആർട്സ് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഈ വെപ്പൺസ് അങ്ങനെയുള്ള ഇത് അത് ഇതില് പറഞ്ഞ തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ. പിന്നെ എന്താണ് മോളിപ്പോ എത്രയിലാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ 6ാം ക്ലാസ്സിൽ. അതെ അല്ലേ? എവിടെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് ഇവിടെ അടുത്തുള്ള തന്നെ GUPS പുതുരുത്തി എന്ന് പറയുന്ന സ്കൂളിലാണ്. സിനിമ ഇറങ്ങി ഫ്രണ്ട്സ് ഒക്കെ കണ്ടോ? സിനിമ കണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും വിളിച്ചിരുന്നോ? വിളിക്കല്ല, ഓണാഘോഷത്തിന് ചെന്നപ്പോ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലേ? പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എല്ലാവരും സപ്പോർട്ടീവ് ആണോ? ടീച്ചേഴ്സ് എല്ലാവരും? നല്ല സപ്പോർട്ടാണ്. ഈ ലോകയിലേക്ക് എനിക്ക് കുറച്ച് ദിവസം ലീവ് എടുക്കണല്ലോ, അപ്പൊ ടീച്ചേഴ്സ് എടുത്തോളം അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടോ? കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പ്രത്യേകം എന്തെങ്കിലും അറിയിച്ചോ? സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല വേർഡ്സുകളാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ദുൽഖറിന്റെ പ്രൊഡക്ഷനിൽ ഇങ്ങനൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ? കൂടെ
ഉണ്ടായിരുന്നവരുടെയൊക്കെ സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? ശരിക്കും ഈ വെൽഫെയറിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോമും അതുപോലെ ശാന്തി ചേച്ചിയും പിന്നെ കുറെ അങ്ങനെ അവിടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതിലെ മുരളി മാസ്റ്റർ, അതിലെ റോപ്പിന്റെ കാര്യം മാസ്റ്ററാണ്. അതിലെനിക്ക് പാഡൊക്കെ വെച്ച് തന്നിട്ട് പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണി ചേച്ചിയും വിസിറ്റിന് തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോ എന്നെ വിട്ടുണ്ടായിരുന്നില്ല, നല്ല പ്രൊട്ടക്റ്റിലായിരുന്നു, എന്നെ കൈ വിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയില് മോളെന്തോ ഒരു 20 അടി ഹൈറ്റ് ചെയ്യുന്നതെന്തോ മറ്റേ നമ്മുടെ റോപ്പില് വലിച്ചിട്ട് മോളെ താഴത്തേക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തപ്പോ മോൾക്ക്? എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ മാർഷൽ ആർട്സിൽ ഇതുപോലെ റോപ്പിന്റെ ട്രെയിനിങ് ഒക്കെ തരാറുണ്ട്. ഇവിടെ കേരളയിൽ തന്നെ ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ട്, കോവിഡ് ടൈമില് രൂപീകരിച്ചതാണ്, സാമ എന്ന് പറഞ്ഞിട്ട്. അതിലിങ്ങനെ ഇഞ്ചുറീസ് ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും യങ് മെമ്പർ ഞാനും എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ വൈഷ്ണവ് സീനോന്നാണ്. അതേപോലെ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റ് ഫാദറിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടിയാണ് സമയത്ത്. ഇതിനു മുമ്പ് മോള് വേറെ സിനിമകൾ ചെയ്തിട്ടില്ലേ? ആദ്യം ഷോർട്ട് ഫിലിം പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം ഞാൻ 8 വയസ്സുള്ള സമയത്ത് ഭദ്രനാരി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാന് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ചെറിയ കുട്ടി ദേവിക്കായിട്ട് മുതിർന്നവരോട് പെരുമാറേണ്ട രീതി അത് അച്ഛൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്തതും പിന്നെ കൊറിയോഗ്രാഫി ഒക്കെ അച്ഛനെ ചെയ്തു. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് വന്നതിന് മുമ്പ് അല്ലേ? അതില് ഭദ്രനാരിക്ക് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, 10-15 അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതില് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ്, പിന്നെ ഇന്റർനാഷണൽ തരം, അങ്ങനെ കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇതിലെ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ഉഷാറായത്. അപ്പൊ ചെറുപ്പം മുതലേ ഇതിന്റെ ഒരു ക്രൈസ് ഉള്ളിലുണ്ട്, ക്രൈസ് എന്നല്ല അല്ലേ? അപ്പോ പിന്നെ പറയാനുള്ള ഒരു കാര്യം, മോള് ഇതിൽ അഭിനയിച്ചപ്പോ മോളൊരു റീല് കണ്ടിരുന്നു. അപ്പൊ അതിൽ മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മറ്റേ വവ്വാല് വന്ന് കടിക്കുന്ന ഒരു സീനില് അത് കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര വിഷമായിരുന്നോ? വിഷമായിന്നല്ല, എന്താണ് അത്? വവ്വാലിന്റെ സീന് ശരിക്കും അവിടെ ഉണ്ടായിരുന്നില്ല. വവ്വാല് അത് ആഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോ അതില് ശരിക്കും ബാറ്റിന്റെ ഇത് ഉണ്ടായിരുന്നില്ല. ഡോമ പറയാണ് ചെയ്തത്, ബാറ്റ് എന്ന് പറയുമ്പോ ഞാൻ അഭിനയിക്കുന്നു ആ ഒരു ഇത് ആയിരുന്നു. അപ്പോ ഞാന് ആ സീൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയ്ക്ക് വന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഞാന് വവ്വാലൊക്കെ വന്ന് കറക്റ്റ് റിയാലിറ്റിയിലൊക്കെ വന്നപ്പോഴേക്കും മനസ്സിലായത്. അപ്പൊ അതിന്റെ ഒരു കണ്ടപ്പോഴുള്ളൊരു ആകാംക്ഷ കൂടി വർദ്ധിച്ചു അല്ലേ? നമ്മള് പറഞ്ഞ പോലെ അല്ല സംഭവിച്ചത് കണ്ടപ്പോ. ഓക്കെ. പിന്നെ ഈ മോളി ഈ പറഞ്ഞ പോലെ കളരി മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ശരീരം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, ഫുഡ് ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അപ്പോൾ സെറ്റിൽ ചെന്നപ്പോൾ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയായിരുന്നു? ഇവിടെ കുറെ പ്രൊഡക്റ്റുകളുണ്ട്. അതില് ഇന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ കുറെ ഉണ്ടാക്കുന്നുണ്ട്, അച്ഛനൊക്കെ കൂടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കണതാണ്. അതിലെ ഇന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഞങ്ങൾ എപ്പോഴും ഹെൽത്തിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഇപ്പോ ജസ്റ്റ് ഒന്ന് ക്ഷീണം എന്ന് വിചാരിക്കുക, അപ്പോൾ ഇതന്നെ നമുക്ക് ചായ ആയിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ അത് കുടിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷീണാന്, വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, ഗ്യാസ് കെട്ടിക്കുണ്ടെങ്കിൽ അതൊക്കെ പോകും. പിന്നെ ഇവിടെ തന്നെ പച്ചക്കറികളും അതൊക്കെ കഴിക്കാറുണ്ട്, ഇവിടെ തന്നെ നട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫുഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടും, അതുപോലെ തന്നെ ഈ ക്ഷീണ ഇല്ലാത്ത രീതിക്ക് ഇടയ്ക്ക് വെള്ളം തരാ, അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ലോകയിൽ അഭിനയിച്ചപ്പോ നമുക്ക് ടെൻഷൻ തോന്നിയ ഏതെങ്കിലും സീൻസ് ഉണ്ടായിരുന്നോ? അഭിനയിക്കാൻ എന്തെങ്കിലും പേടി തോന്നിയതോ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയ സീൻസ് വല്ലതും ഉണ്ടായിരുന്നോ? എനിക്ക് അതില് ഒരെണ്ണം പോലും ടെൻഷൻ വാങ്ങിയില്ല, കാരണം അവിടെയുള്ള എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയിപ്പോ ആ സപ്പോർട്ട് ഇപ്പോ അവര് നന്നായിട്ട് അവരുടെ സപ്പോർട്ട് ഉണ്ടായോണ്ടാണ് എനിക്ക് ഇവിടെ ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോ അവരുടെ ഇത് ഇല്ലെങ്കിൽ ഞാനിപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ഫാമിലിന്ന് മൊത്തം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമല്ലേ? മോളെ ഈ സിനിമയിലേക്ക്
ആരാണ് ക്ഷണിച്ചത്? ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമ കണ്ടിട്ടാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും വഴി കോണ്ടാക്ട് വന്നിട്ടാണോ ഈ സിനിമയിലേക്ക് എത്തിയത്? അത് അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആ. ആഷ്ലി അങ്കിളാണ്. ആ അങ്കിള് അച്ഛനോട് പറഞ്ഞു എൻ്റെ മാർഷൽ ആർട്സിന്റെ വീഡിയോ അയക്കാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ അയച്ചു കൊടുത്തു. അപ്പോൾ വളരെയധികം ഇഷ്ടമായി. അപ്പോൾ കാസ്റ്റിങ്ങിലുള്ള വിവേക് എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്, ആ അങ്കിളും അത് കണ്ടുനോക്കി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓഡീഷൻ പോലെ നടത്തി. അപ്പോൾ അതില് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ ഓക്കെ. എത്ര നാളുണ്ടായിരുന്നു മോക്ക് ഈ ഷൂട്ടിങ്ങിന്റെ ഒരു ടൈം പീരീഡ്? എത്ര ദിവസത്തേക്കായിരുന്നു മോളുടെ ഡേറ്റ് കൊടുത്തിരുന്നത്? കറക്റ്റ് ശരിക്കും അറിയില്ല. പലപ്പോഴായിട്ടായിരുന്നു ഷെഡ്യൂള് അതോ ഒന്നിച്ചായിരുന്നു? ഇടയ്ക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടാവും. അതെ അല്ലേ? പിന്നെ അവിടെ സെറ്റില് മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്? സപ്പോർട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നത് സുജിത്ത് എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. അതുപോലെ തന്നെ വേറൊരു അങ്കിൾ കൂടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് പേര് ഞാൻ മറന്നുപോയി. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ നല്ല സപ്പോർട്ടും ഹെൽപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. തിയേറ്ററിൽ പോയല്ലേ പടം കണ്ടത്? അതെ. അപ്പൊ തിയേറ്ററിൽ പോയി പടം കണ്ടു കഴിഞ്ഞ ശേഷം കുഞ്ഞുനീലി എല്ലാവരും എങ്ങനെയാണ് അവിടെ വെച്ച് സംസാരിച്ചത്? സപ്പോർട്ട് ചെയ്തതെന്നല്ല, എങ്ങനെയാണ് സംസാരിച്ചത് കുഞ്ഞുനീലിയുടെ അടുത്ത്? പോസിറ്റീവ് മാത്രം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കാര്യങ്ങളേക്ക് വളരെയധികം സന്തോഷിക്കുക. പിന്നെ എല്ലാവരെയും ബ്ലെസ്സിങ്സ് ഉണ്ടായതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വായുവിലൊക്കെ പൊന്തിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ശരി. ഓക്കെ ഓക്കെ. പിന്നെ അച്ഛൻ എങ്ങനെയാ സപ്പോർട്ട് ചെയ്ത ഇതിലേക്ക് വന്നപ്പോഴും? അച്ഛനാണല്ലോ മോളെ ഈ കളരി മാർഷൽ ആർട്സിന്റെ ഒക്കെ ഗുരുവായിട്ട് നിൽക്കുന്നത്. അച്ഛന്റെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ? അച്ഛൻ ശരിക്കും പറഞ്ഞ അച്ഛൻ സ്റ്റണ്ട് മാസ്റ്റർ ആണ്, കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അച്ഛൻ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഒരു ആക്ടർ കൂടിയാണ്. അച്ഛനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വരദ് എന്ന് പറഞ്ഞ ഇതിലൊക്കെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് കുറെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാജൽ അഗർവാളിനൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ദർശന ചേച്ചിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ജയ് ജയ് ഹേയിലെ അച്ഛനും പിന്നെ ഫെലിക്സ് മാസ്റ്ററും കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ 3 മൈക്ക് മാസ്റ്ററും അച്ഛനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണ്. പിന്നെ അച്ഛൻ ചെറുപ്പം തൊട്ട് അച്ഛൻ ഡ്യൂപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതില് രാവൺ എന്ന് പറഞ്ഞ സിനിമയിലെ വിക്രമങ്ങളുടെ ഡ്യൂപ്പ് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ മൊത്തത്തില് ഇതിന്റെ ഒപ്പം തന്നെ അച്ഛൻ ട്രീറ്റ്മെന്റും ഇവിടെ ചികിത്സ ഉണ്ട്, അമ്മയും ചെയ്യുന്നുണ്ട്. അമ്മ ഭദ്രനാരിയിലൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലൊക്കെ അമ്മ അതേപോലെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ മാർഷൽ ആർട്സ് എടുത്തു കൊടുക്കുന്നുണ്ട്, പിന്നെ മുതിർന്ന ആൾക്കാർക്കൊക്കെ. പിന്നെ ഭദ്രനാരിയിലെ അമ്മയാണ് കോസ്റ്റ്യൂമിന്റെയും മേക്കപ്പിന്റെയും അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ പെർഫോമൻസ് കണ്ടിട്ട് വേറെ സിനിമയിലൊക്കെ കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയ? അത് അച്ഛൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കോഡ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ അതിനെ കുറിച്ചൊക്കെ ഒന്നും അറിയില്ല. അപ്പോൾ മോളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി ഈ സിനിമയിൽ മോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത മോളുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. വിനോദേട്ടനെ പ്രത്യേകിച്ച് ഞാൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ മോളുടെ കുറേ വിശേഷങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ മോള് ഈ കുഞ്ഞുനീലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോളുടെ ഒരു ബാക്ക് ബോൺ ആയത് മോളുടെ അച്ഛനാണ് എന്ന് മോള് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ വിനോദേട്ടനിലേക്ക് വന്നതാണ്. വിനോദേട്ടൻ, അപ്പോൾ ഈ കളരി എന്ന് പറയുന്നത് ഇത് വിനോദേട്ടനായിട്ട് തുടങ്ങിയതാണോ അതോ പരമ്പരാഗതമായിട്ട് നേരത്തെ മുതലേ അങ്ങനെ തുടങ്ങിയതാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? ആദ്യം തന്നെ ഞാൻ മാത്രമല്ല ഇതിൻ്റെ നട്ടല്. അത് ദുർഗയുടെ അമ്മ ഭദ്ര, ഞങ്ങൾ രണ്ടുപേരും, അതുപോലെ ചേട്ടൻ്റെ സപ്പോർട്ടൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ അമ്മയുടെ സപ്പോർട്ടുണ്ട്, അനിയൻ്റെ വൈഫ്, പിന്നെ ഉണ്ണി, അവരുടെ ഉണ്ണി, മൊത്തം അങ്ങനെ എല്ലാവരും ശരിക്കും ഇതിലേക്ക് വളരെ അധികം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബിഗ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ബാക്കി റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും വളരെ സപ്പോർട്ടാണ് ശരിക്കും. അതായത് ഒരാളും ഈ സിനിമയിലേക്ക് പോണതിനെ കുറിച്ച് ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യം. പിന്നെ എല്ലാവരും പറയാം, നിനക്കറിയാലോ, നീ അതിൽ വർക്ക് ചെയ്യുന്നത് തന്നെയല്ലേ, നീ വർക്ക് ചെയ്തായിരുന്നതല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നിനക്കറിയാലോ അതിലത്തെ കാര്യങ്ങൾ. അപ്പൊ അവന്റെ കുട്ടിയുടെ കാര്യം അവൻ നോക്കിയോളും. അങ്ങനെയൊക്കെയാണ് വയസ്സായ അമ്മൂമ്മമാര് വരെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. അത് വലിയൊരു സപ്പോർട്ടാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ കളരിയുടെ കാര്യം
ഇത് ആദ്യം തന്നെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പുതുരുത്തി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. മെഡിസിനൽ വില്ലേജ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വില്ലേജ് പോലെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പ്യുവറാണ്. അതായത് എയർ, ഇവിടുത്തെ വെള്ളം എല്ലാം വളരെ പ്യുവറാണ്. ഇവിടുന്ന് പോകാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. ഞങ്ങൾ എപ്പോഴും പരമാവധി ഒക്കെ ഇവിടെ തന്നെയായിരിക്കും. പല വർക്കുകൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് പുറത്തേക്ക് പോവുക. ഇതിന്റെ പ്രത്യേകത ചുറ്റുഭാഗം കാടാണ്. ആ കാടിൽ മുഴുവൻ ഔഷധങ്ങൾ നിറഞ്ഞ മരങ്ങളാണ്. അതിന്റെ കാറ്റാണ് എല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചുറ്റുപാടിനും നീലി ആവാനായിട്ട് ദുർഗമോൾക്ക് ഒരു അവസരം ഇവിടുന്ന് തന്നെ പ്ലാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് പാരമ്പര്യമായിട്ട് അച്ഛമ്മ, അച്ചാച്ചൻ അങ്ങനെയൊക്കെ ആയിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് ഈ തറവാടിന്റെ ഭാഗമായിട്ട് ഒരു ശൈലി നിലനിന്നായിരുന്നു. പാരമ്പര്യ ശൈലിയാണത്. പാണ്ഡവ ശൈലി എന്നാണ് അതിന് പറയാം. അത് തറവാട്ടിൽ നിലനിന്നായിരുന്നാണ്. പാണ്ഡവരിൽ നിന്ന് ഉത്ഭവിച്ച ഒരു രഹസ്യ ശൈലി എന്നുള്ള ഒരു പേരിലാണ്. കളരിപ്പയറ്റ് എന്നുള്ള തരത്തിലല്ല ഇതിന് അറിയപ്പെടുന്നത്. യുദ്ധമുറ, പാണ്ഡവ ശൈലി, അങ്ങനെ ഒരു ആയോധന കല അങ്ങനെയായിരുന്നു അത് നിന്നായിരുന്നത്. പിന്നീട് അത് ഇവിടെ എത്തിയത് തന്നെ ഒരു തമിഴ് സ്ത്രീയിൽ നിന്നാണ് ഇവിടെ തറവാട്ടിലേക്ക് എത്തുന്നത്. അതിന്റെ പുറകിലൊക്കെ ഒരുപാട് രസകരമായിട്ടുള്ള കഥകളുണ്ട്. അത് വാമൊഴിയായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകളിൽ ബന്ധമുണ്ട് ഈ ഒരു കഥകള്. ഞങ്ങളും ചെറുപ്പം തൊട്ട് അങ്ങനെയൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഇവിടുന്ന് കളരി അച്ഛനിൽ നിന്ന് കളരിയുടെ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഏറെക്കുറെ കുറച്ചു കാലം കളരി പഠിച്ചപ്പോൾ തോന്നി മറ്റ് മാർഷൽ ആർട്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അന്നത്തെ ടൈമിൽ ബ്രൂസ്ലിയുടെ ആണെങ്കിലും ജാക്കി ജാൻ ജെറ്റ്ലി, സ്കോട്ട് ആരിക്കൻസ്, മൈക്കിൾ ജെ വൈറ്റ്, ഇവരൊക്കെ മാർഷൽ ആർട്സിൽ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യുക, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യുക. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഈ മാർഷൽ ആർട്സായിട്ട് ബന്ധം ഫീൽ ചെയ്തു. നമ്മുടെ കളരിയൊക്കെ ആയിട്ട് ബന്ധമുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ മാർഷൽ ആർട്സ് പഠിക്കാനായിട്ട് ഒരു മാസ്റ്റർ ഉണ്ട്, ജമാൽ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു മധ്യ കേരള ശൈലി, ഒരു പ്രത്യേക ശൈലി കൊണ്ടു നടന്നായിരുന്നു. അതിനോടൊപ്പം തന്നെ മിക്സഡ് മാർഷൽ ആർട്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാലം അത് പരിശീലിച്ചു. പിന്നെ ഞാനും അനിയനും ശരിക്കും പറഞ്ഞ ഇന്ത്യ മൊത്തം പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് ഒരുപാട് മാർഷൽ ആർട്സ്. അപ്പം അന്ന് മനസ്സിലായി കളരിയുടെ ഒരു ഗുണം, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. തിരിച്ചെത്തുന്നു, കളരീനെ വല്ലാത്ത വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് ഇതിന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത്. ഇനി കളരിയിൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ മർമ്മ ചികിത്സ ചെയ്യുന്നുണ്ട്, ആയുർവേദ ചികിത്സകൾ, ജനറൽ ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുവിധം പുറത്തേക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഒരുവിധം മരുന്നുകളൊക്കെ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യും. പിന്നെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതിനെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രോഡക്റ്റുകൾ, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കും. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ അയൽവക്കങ്ങളിലൊക്കെ കിട്ടുന്ന പച്ചക്കറികളുണ്ട്, അങ്ങനെ പലരും എത്തിച്ചു തരുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം പ്യൂറായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, കളരിയുടെ ഉള്ളിലെ ഒരു പ്രത്യേക രീതിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളില് സാധാരണ കളരിയിൽ കാണാത്ത രീതിയിൽ അഗ്നികോണിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. സാധാരണ പറയുക കഞ്ഞിമൂല അല്ലെങ്കിൽ നിര്യത് കോണ് എന്ന് പറയും. അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് സാധാരണ പൂത്തറയൊക്കെ ഉണ്ടാവുക. ഇവിടെ പൂത്തറ സങ്കല്പം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ചക്രങ്ങളാണ്. ചക്രങ്ങളുള്ള സങ്കല്പമാണ് പൂത്തറ എന്നുള്ള സങ്കല്പത്തിൽ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഏറ്റവും സഹസ്രാരം നമ്മുടെ നെറുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്, ദേവീ സങ്കല്പത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു. അപ്പൊ ഇത് ഏത് പ്രായക്കാർക്കും ഇവിടെ, കുട്ടികൾ, മുതിർന്നവര്, പ്രായമുള്ള, അങ്ങനെ ഒരു പ്രായം ഉണ്ടോ ഇതിന്? ശരിക്ക് ഇവിടെ കളരിയിൽ എൻട്രി ആക്കും ഒരു 4 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ തന്നെ എൻട്രി ആക്കും. ശരിക്കും അവർക്ക് അതിൽ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കളരിയിൽ 4 വയസ്സിൽ അവർ കളരിയിൽ വന്ന കളരിയായിട്ട് ഒന്ന് ഇൻവോൾവ് ആവാനും 4 വയസ്സിൽ ചെയ്യാൻ പറ്റും. മോള് എത്ര വയസ്സിലാണ് ഇവിടെ? അവള് കുറച്ചും കൂടി നേരത്തെയായി. വീട്ടിലായ കാരണം കളരിയിൽ നിന്ന് പോണില്ല, കളരിയിൽ തന്നെയായിരുന്നു. അപ്പൊ ദക്ഷിണ കൊടുത്ത് 3 വയസ്സ് അവളെ കളരിയിൽ ഇറക്കി. മോനിയും അതേപോലെ തന്നെ ഇറക്കി. കാരണം അവര് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. കളരിയിൽ ഇറക്കിയാലും ഏറെക്കുറെ 6 വയസ്സ് തൊട്ടൊക്കെയാണ് ശരിക്കും ചൂട് ഉറപ്പിക്കുക കാര്യങ്ങൾ ചെയ്യുള്ളൂ. കാരണം കുട്ടികളുടെ ജോയിന്റും ലിഗമെന്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് ഇഞ്ചുറി വരും. അപ്പൊ അവിടുന്ന് പതുക്കെ കയറി വരുന്നതിനനുസരിച്ച് എന്നാൽ അവരെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവർക്ക് അതൊരു ഗെയിം പ്ലേസ് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ അതിനോടുള്ള ഫിയറും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെയാണ് കളരിയിൽ. പിന്നെ അത് തന്നെയല്ല, അപ്പൊ ഹെൽത്തിനും ബോഡിക്കും അതേപോലെ തന്നെയുള്ള ഇൻവോൾവ്മെന്റും വന്നു കഴിയുമ്പോൾ അതിനുള്ളൊരു എനർജി വേറെ ഉണ്ട്. ഇത് ഏത് മാർഷൽ ആർട്സും വളരെ മികച്ചതാണ്. ശരിക്കും ഒന്നും മോശം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ എല്ലാ മാർഷൽ ആർട്സിലും ഒരുവിധം ടച്ച് ചെയ്തിട്ടുണ്ട്.
അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അനുസരിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പെഷ്യലായിട്ട് കുട്ടികൾ ഫിസിക്കലി മെൻ്റലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഭക്ഷണ രീതികൾ കൊടുക്കണം. നിർബന്ധമായിട്ടൊരു ചിട്ട ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം, ദംഗൽ എന്ന് പറഞ്ഞ സിനിമയിൽ അമീർ ഖാൻ്റെ ക്യാരക്ടർ ആ 2 കുട്ടികളെ ഒരു പ്രൊഫഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ കഴിക്കാം, നാളെ തൊട്ട് നിങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, മുടിയുമിലോ അല്ലെങ്കിൽ ബ്യൂട്ടിയോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റില്ല, ഭക്ഷണങ്ങളില്ല, ആള് പറയുന്ന ഭക്ഷണം, ആള് പറയുന്ന പ്രാക്ടീസ്. ഇതേപോലെ ഇതിൽ ഏറ്റവും ഉന്നതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ പലതും താൽക്കാലികമായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. നാവിൻ്റെ രുചി കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പം ഞാൻ ദുർഗോടായാലും വൈഷ്ണവനോടാണെങ്കിലും ബാക്കി കുട്ടികളോടൊക്കെ പറയാം, നിങ്ങൾക്ക് സ്പെഷ്യൽ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ത്യജിക്കേണ്ടി വരും. ഒരേ കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരണം. അനുകൂലമായിട്ടുള്ള ഭക്ഷണം, വായിക്ക് രുചി ഉണ്ടാവില്ല, ചിലപ്പോൾ വയറിന് നല്ലതായിരിക്കും എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല എന്നല്ല. അതായത് നമുക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്കിപ്പോൾ 43 ആയിച്ച്, പക്ഷേ എനിക്ക് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇതുവരെ ഒരു അസുഖങ്ങളും വന്നിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ റിക്കവറായി, സെൽഫ് ഇവിടെ തന്നെ റിക്കവർ ആക്കിയതാണ്, സർജറി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭക്ഷണ രീതിയുടെയും ഇതൊക്കെ നിലനിൽക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ പുറത്തു പോയ മറ്റു ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ മതിയാവുന്നത് വയറ് നിറയണ പോലെ കഴിക്കില്ല, വിശപ്പ് മാറണ വരെ കഴിക്കാറുള്ളൂ. അത് എല്ലാവരോടും പറയാനുള്ളതും അത് തന്നെയാണ്. അതെ, ഞാനിപ്പോ മോളായിട്ട് സംസാരിച്ചല്ലോ, മോളായിട്ട് സംസാരിച്ചപ്പോൾ മോള് പറഞ്ഞു സിനിമയിലേക്ക് എൻട്രി വരാനുണ്ടായ കാര്യം അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എൻ്റെ മാർഷൽ ആർട്സിന്റെ ആട് കണ്ടിട്ട് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് വന്നതെന്ന്. അപ്പോ മോള് ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് പറഞ്ഞു. അത് അച്ഛനാണ് അത് ഡയറക്റ്റ് ചെയ്തതും റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തത്. അതിൽ മോക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പും വേറൊരു ഷോർട്ട് ഫിലിം, അതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം എന്നല്ലേ? ഓക്കെ. അത് കൂടാതെ സിനിമയിലേക്ക് എത്താനുണ്ടായ ഇപ്പൊ വിനോദേട്ടൻ തന്നെ കുറച്ച് സിനിമയിൽ ചെയ്തു എന്ന് മോള് പറഞ്ഞു. അതിൽ കുറച്ചൊക്കെ നമുക്കറിയാം. ഇപ്പൊ ജയ് ജയഹേല അതില് കോറിയോഗ്രഫിയില് ഫൈറ്റ് കോറിയോഗ്രഫിയിൽ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിപ്പെട്ടത്? ഇതിന്ന് തന്നെയാണോ, ഇതിനെ ബേസ് ചെയ്ത് കളറിന്ന് ബേസ് ചെയ്തുള്ള കോണ്ടാക്ട് വെച്ചിട്ടാണോ അങ്ങനെ തന്നെ വന്നത്? അതെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. 2 ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അത് ചെയ്തത് ശരിക്കും ഡയറക്ഷൻ കൊണ്ടുള്ള ആഗ്രഹം കൊണ്ടല്ല. ശരിക്കും പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബ്രില്യൻസിയും ഭയങ്കര ഡെഡിക്കേഷനും അത്രയധികം ടെൻഷനും അടിക്കുന്ന ഒരു ജോബാണ്. സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഡയറക്ടേഴ്സിനും ഞാൻ എൻ്റെ റെസ്പെക്റ്റ് പൂർവ്വം പറയാണ്, അവരെ ശരിക്കും നമിക്കുകയാണ്. കാരണം ഇത്രയും ടീംസിനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് അത് തുടങ്ങിയ സമയം തൊട്ട് അത് അവസാനിച്ച് തിയേറ്ററിൽ എത്തി പുറത്തേക്ക് വരുന്നത് വരെ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ. അപ്പോൾ ആദ്യം തന്നെ അത് എനിക്ക് ഡയറക്ഷൻ ഫീൽഡ് ഒട്ടും താല്പര്യമില്ല. പക്ഷെ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് ഫിലിം ഞാൻ തന്നെ ചെറിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു പരീക്ഷണം പോലെയാണ് ഭദ്രനാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മോളെ വെച്ചിട്ട് തന്നെ ഏറ്റവും റിസ്ക് ഒരു ചെറിയ കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. കാരണം മുതിർന്നവരാണെങ്കിൽ പോലും ഇഞ്ചുറീസ് പറ്റിയാൽ അവർക്ക് അത്യാവശ്യം താങ്ങാൻ പറ്റും. പക്ഷെ നല്ല ചെറിയ കുട്ടീനെ മുതിർന്ന ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ലോജിക്കലി ആ കുട്ടി അടിച്ച ഒരാൾക്ക് ഏൽക്കോ ഇല്ല എന്നുള്ളതുണ്ട്, കാരണം ഇത്രയും ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിന് കഥാപാത്രത്തിന് ഒരു വ്യത്യാസം കൊടുത്തു, ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം കൊടുത്തു. രണ്ടാമത്, ഈ കുട്ടിക്ക് ഏതെല്ലാം ആംഗിൾ വെച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ട് ആ ആളായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത ഇത്. അതൊരു പരീക്ഷണത്തിന് വേണ്ടി ഒരു ഡെമോ ഫൈറ്റ് സെറ്റ് ചെയ്യാണ് ആദ്യം ചെയ്തത്. അപ്പൊ അത് കുറച്ച് വ്യത്യസ്തമായുള്ള ഒരു കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഭദ്രനാരി ഉണ്ടാവണത്. ശരിക്കും ഭദ്രനാരി ഇറങ്ങിയപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവാർഡ്സിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്റർനാഷണൽ അവാർഡ്, നാഷണൽ അവാർഡ് അടക്കം സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ കുറെ ഇതിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15ഓളം അവാർഡ്സ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അപ്രിസിയേഷൻ തന്നിട്ടുള്ള ഒരു വർക്കായിരുന്നു. എസ്പെഷ്യലി എല്ലാവരും എടുത്തു പറഞ്ഞ അതിലത്തെ ഫൈറ്റ് ആയിരുന്നു. പിന്നെ മോളുടെ അഭിനയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിന്റെ ഒരു കാര്യം ഉണ്ടായത്. ഇനി സിനിമ നമ്മളിപ്പോൾ സിനിമയിലേക്ക് എത്താനുള്ള കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർഷൽ ആർട്സിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിലും മോൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഡ്യൂപ്പായിട്ടാണ് ആദ്യം ചെയ്തായിരുന്നത്. അപ്പോൾ ഒരുപാട് ഡ്യൂപ്പ് ചെയ്തായിരുന്നു, റിസ്കി സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു. മാർഷൽ ആർട്സിന്റെ എല്ലാ കഴിവുകളും അവിടെ യൂസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം ഡ്യൂപ്പ് ചെയ്തത് രാവൺ സിനിമയില് വിക്രം സാറിന്റെ ഡൂപ്പാണ് ലാസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് ദിവസങ്ങൾ അടുത്തുണ്ടായിരുന്നു. ഒരു 9-10 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അതിരപ്പള്ളിയിലായിരുന്നു എന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ആനയൊക്കെ അടഞ്ഞ ഒരു സമയത്തായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഒരു അഡ്വൈസ് തന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഡ്യൂപ്പ് മോശമായിട്ടുള്ള ഒരു കാര്യമില്ല, നല്ല ജോബാണ്. കാരണം ഏറ്റവും ഗ്രേറ്റ് ജോബാണ്. പക്ഷെ അത് നിങ്ങൾ ക്യാമറയുടെ പിന്നിൽ നിൽക്കാതെ നിങ്ങൾ പുറത്തേക്ക് വരാൻ പറഞ്ഞു. നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളും വരട്ടെ, നാളെ നിങ്ങൾ ഡെവലപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നുള്ളൊരു അഡ്വൈസ് തന്നിട്ട്
അതുകൊണ്ടും പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഉപരി എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും അവിടുന്ന് കൊറിയോഗ്രാഫിയിലേക്ക് മാറുകയായിരുന്നു. കൊറിയോഗ്രാഫി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പേര് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ആഗ്രഹം കൊണ്ട് പോയിട്ട് കൊറിയോഗ്രാഫികൾ ചെയ്യായിരുന്നു. തെലുങ്കിലും അന്നത്തെ കാലത്തൊക്കെ ഒരു ദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ട്രെയിനിങ്ങും കൊറിയോഗ്രാഫിയൊക്കെ അങ്ങനെ തുടങ്ങിയ ആ ടൈമിൽ. പിന്നെ തമിഴിൽ ഒക്കെ കുറേശ്ശെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കൂടുതലും വീട്ടുകാർക്കൊക്കെ ഇഷ്ടം ഇവിടെ എല്ലാവരും കൂടിയിട്ട് കൂടുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ഇവിടെ ഓരോ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഇവിടെ വന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഇവിടെ തന്നെ സൗകര്യമുണ്ട്, ഉഴിച്ചില് കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി പ്രിപ്പയർഡ് ആക്കും. അപ്പൊ ആർട്ടിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ആരൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ചെമ്പൻ വിനോദേട്ടൻ, ആള് എന്റെ വളരെ നിയറസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ സന്നിവൈൻ, അപ്പൊ അദ്ദേഹം വരാറുണ്ട്. പിന്നെ ദർശനം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വരാറുണ്ട്. തെലുങ്കിൽ നിന്നൊക്കെ കുറെ പേര് വന്നിട്ടുണ്ട്. അവർക്ക് പാർക്ക് ഓവറൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്, ജിംനാസ്റ്റിക് ട്രെയിനിങ്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവരടുത്ത വർക്കിന് വേണ്ടിയിട്ട് പോകണം. ജയ ഹേൽക്ക് എങ്ങനെ വന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 3-ലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അന്ന് ഇന്ത്യൻ 2 എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതില് സ്റ്റണ്ട് കൊറിയോഗ്രാഫിക്ക് എന്നെ വിമൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ശങ്കർ സാറിന്റെ വളരെ ഒരുപാട് വർഷങ്ങളായിട്ട് കൂടെയുള്ള ആളും അദ്ദേഹത്തിന്റെ എന്താ പറയുക കൺട്രോളിങ്ങും കാര്യങ്ങളും എല്ലാ സിനിമകൾക്കും ചെയ്യണതും ക്ലോസ് ഫ്രണ്ടും ആയിട്ടുള്ള ഒരാളാണ് വിമൽ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് സുനിൽ സിംഗ് ആണ്, നമ്മുടെ മമ്മൂട്ടി കമ്പനിയിലൊക്കെ സുനിൽ സിംഗ്. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത് കണക്ട് ചെയ്ത അങ്ങനെ പറഞ്ഞു പോകാന്ന് വെച്ചാൽ കുറെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് വിളിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞത് കാജലിന് ഒന്ന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് 5 ദിവസമുള്ള 5 ദിവസം കൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്യാന്ന് പറയുന്നു. ഫസ്റ്റ് പറയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റായി അവിടെ എത്തണം. അവിടെ എത്തിയ കാജലിനെ പോയിട്ട് മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും വലിയ കളരിപ്പേറ്റ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കുക എന്നുള്ള തരത്തിൽ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് കുറേ ട്രിക്കുകളുണ്ട്. ഇത്രയും കാലം ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ട്രെയിനിങ് എനിക്ക് നല്ലോണം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യാമെന്ന്. അത് ഒരു ട്രിക്കാണത്. സാധാരണ ഇപ്പൊ നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏതാ നോക്കും. ഇപ്പൊ വലത്തെ കൈയാണോ വലത്തെ കാലാണോ, അല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തനിയെ നമ്മുടെ സംസാരത്തിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം നോട്ട് ചെയ്യും. എന്നിട്ട് അതിന് മാച്ച് ആവുന്ന തരത്തിൽ ആ ഭാഗങ്ങൾ യൂസ് ചെയ്യാവുന്ന തരത്തിൽ അപ്പോൾ ഒരു പുതിയ കൊറിയോഗ്രാഫി അവിടെ ഉണ്ടാക്കി. അത് സ്റ്റൈലിഷ് ആക്കും. എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്പോൾ ബോഡി ആക്ടിവിറ്റി കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈല് വേണം. ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് തടുക്കണതിന് പകരം അതിനിങ്ങനെ ഒരു സ്റ്റൈല്. അപ്പോൾ ആ തടുക്കണതിന് കണ്ട ബോഡിയുടെ ആക്ഷൻ സ്റ്റൈല്. 4 ഫൈറ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ വരാം. ഇപ്പോൾ അവിടെ നിന്ന് ഒരു സംഭവം ക്യാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാച്ച്, പഞ്ച് ചെയ്യുമ്പോഴത്തെ അതിൻ്റെ സ്റ്റൈല്. അപ്പോൾ അത് ഇങ്ങനെ വരും. നാടനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് അടിക്കണതിൻ്റെ, വെറുതെ സ്മാഷ് ചെയ്യുന്നതുണ്ട്, ക്യാച്ച് ചെയ്യുന്നതും തലകൊണ്ട് അടിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റൈല് ഏത് കഥാപാത്രത്തിന് എന്താണോ ജോയിന്റ് ആവണേ, ആ സ്ക്രിപ്റ്റിൽ എന്താണോ അതിനനുസരിച്ച് സ്റ്റൈല് വേണം. അപ്പൊ അവർക്ക് ആ സ്റ്റൈലുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കൈ പിടിക്കണതിനൊക്കെ ഓരോ സ്റ്റൈലുണ്ട്. ഇതിനെ നാടൻ ഫീൽഡിൽ നിന്ന് മറ്റേ ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിടിപ്പിക്കുന്ന രീതികൾ കണ്ട, അതിൻ്റെ അറ്റാക്ക് ചെയ്യുന്ന രീതികൾ, തല ഉയർത്തി പിടിക്കുന്നത്, ലുക്കിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് കിട്ടണം. ഇത് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റത് ആക്ടിങ് പോവും, അല്ലെങ്കിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൻ്റെ പോവും. അപ്പൊ അതായിരുന്നു അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അതും പഠിപ്പിച്ചു. അങ്ങനെ 5 ദിവസം കൊണ്ട് ശരാശരി അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൂവ്മെന്റുകളും കാര്യങ്ങളും പഠിപ്പിച്ച്. അപ്പോൾ കാജൽ വിളിച്ച് പ്രൊഡക്ഷനെ അറിയിച്ചു, മാസ്റ്ററായിട്ട് ഇദ്ദേഹം തന്നെ വേണം, എനിക്ക് അവിടെയും ട്രെയിനിങ്ങിന് ആൾ തന്നെ വേണം, എൻ്റെ കൊറിയോഗ്രാഫി ആൾ ചെയ്യണം എന്നുള്ള തരത്തിൽ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ 2-ലേക്ക് എൻട്രി ആവാം. അതെ, അവിടെ വന്നു. അവിടെ വന്നിട്ട് ഒരു 300ഓളം സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, റഷ്യൻസ് അടക്കം. അതിൽ ത്യാഗരാജ മാസ്റ്ററുടെ കുട്ടികളും പിള്ളേരും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് മരുന്നുകളായിട്ട് കൊടുത്തു. അവരുടെ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു ആദ്യത്തെ 40-42 ദിവസത്തോളം ഷൂട്ടും ട്രെയിനിങ്ങും ആയിട്ട് ആ സെറ്റിലുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കണക്ട് ആയി നല്ലൊരു കൊറിയോഗ്രാഫി ഉണ്ടാക്കി. എൻ്റെ ഒരു കൂട്ടുകാരൻ ജർമ്മൻ കൊറിയോഗ്രാഫറാണ്, മാസ്റ്ററാണ്. എക്സ്പെൻഡബിൾ 4-ലൊക്കെ മാസ്റ്ററായിട്ട് വന്നിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട് ആള്. വലിയ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. കുറെ ഫോറിൻ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാനും അദ്ദേഹം കൂടിയിട്ടാണ് കൊറിയോഗ്രാഫി എല്ലാം അതിലൊരുവിധം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്ത് കൊടുത്ത് ഷൂട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അത് പൊട്ടി വീണിട്ട് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ എന്നെ കൊണ്ട് നിർബന്ധിച്ചൊരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. കമൽ സാറിന്റെ ഒപ്പം തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ഞാൻ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ക്ലൈമാക്സ് ആണ് ഷൂട്ട് ചെയ്തായിരുന്നത്.
പക്ഷേ ഈ ആക്സിഡന്റ് ഒക്കെ വന്ന് ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അത് ക്യാരക്ടർ. അങ്ങനെ ഇന്ത്യൻ 2-ലെത്തി. പിന്നെയാണ് മനസ്സിലായത് ഇന്ത്യൻ 3 ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. അവിടെ നിന്നുള്ള അവിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ മുപ്പര് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു, ഫോറിൻ ജർമ്മൻ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അദ്ദേഹം ഫെലിക്സിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നു, ഫെലിക്സ് മാസ്റ്റർ. എന്നിട്ട് പറഞ്ഞു ഫെലിക്സ് മാസ്റ്റർ ഇങ്ങനെ ഒരു ജയ് ഹേ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവിടുന്ന് മാസ്റ്ററും അസിസ്റ്റൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇവിടുന്ന് റോപ്പ്, റിഗ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ കൊറിയോഗ്രാഫിക്ക് ആർട്ടിസ്റ്റുള്ള ട്രെയിൻ ചെയ്യൽ എല്ലാം ഒരു മാസ്റ്ററായിട്ട്. അതിൽ മെയിൻ ചെയ്തത് എനിക്ക് തോന്നുന്ന വീടിന്റെ അകത്തുള്ള ഉണ്ട് എല്ലാ ഫൈറ്റിലും ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ആ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു തീർച്ചയായിട്ടും. അതെ അതെ. അയ്യോ അതില് ദർശനക്കൊക്കെ നല്ല ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദർശന ഈ തായ്ക്കൊണ്ടോ പ്രാക്ടീസ് ചെയ്തു ഒരു സ്ഥലത്ത് പോയിട്ട്. ഞാൻ കണക്ട് ആവണേക്കാളും മുമ്പേ. അതിൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, എറണാകുളത്തുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് തായ്ക്കൊണ്ടോ പ്രാക്ടീസ് ചെയ്യലും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ട്രെയിനറെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു മാർഷൽ ആർട്സ് പെട്ടെന്ന് ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളത്. ദർശനെ സംബന്ധിച്ച് എന്ത് കാര്യം കാണിച്ചു കൊടുത്താലും വേഗം പഠിക്കുന്നുണ്ട്, പക്ഷെ എന്ത് കഷ്ടപ്പെടാനും തയ്യാറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഗ് യൂസ് ചെയ്ത് ഇതിലേക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു റിസ്ക് വന്നത് എന്താ വെച്ചാൽ കൊറിയോഗ്രാഫിയിൽ പല കാര്യങ്ങളും ഈ ലെഗ് ഉപയോഗിച്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അവരവിടുന്ന് ചെയ്തു കൊണ്ടുവന്ന കൊറിയോഗ്രാഫി അവർക്ക് പെട്ടെന്ന് ഉടയ്ക്കാൻ പറ്റില്ല, അവർ പ്ലാനഡ് ആയിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഡിസ്കഷൻ നടന്നു. പിന്നെ ഞാൻ മാസ്റ്ററിനെ സെപ്പറേറ്റ് സംസാരിച്ചു, ഞാൻ മാസ്റ്ററായിട്ട് സംസാരിച്ചത് ഇവർക്ക് അനുകൂലമാവുന്ന രീതിയിൽ ആ കൊറിയോഗ്രാഫിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അതിൽ ചവിട്ട് കൊണ്ട് തെറിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ റോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സംഘടനയിലെ നമ്മുടെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡ്യൂപ്പ് ചെയ്തിട്ടുള്ള അതിൽ നമ്മുടെ റോബിൻ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ മാസ്റ്റേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ജയഹേല് ആ ഫൈറ്റിൻ്റെ ഫുൾ ടൈമിൽ നിന്ന് ഇൻവോൾവ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബേസിലാണെങ്കിലും ദർശനയാണെങ്കിലും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അതൊരു സ്പെഷ്യൽ മൂവ്മെന്റുകളാണ് ഇങ്ങനെ ഫൈറ്റ് ആണെങ്കിലും ഒക്കെ. അപ്പം അവരത് ആദ്യം തന്നെ മൈൻഡിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അത് ക്യാരക്ടറായിട്ട് പുറത്തേക്ക് വന്നു എന്ന് അതിൻ്റെ ഒപ്പം മാർഷൽ ആർട്സ് കൊണ്ടുവരണം. അപ്പം ഞാനത് അവരെന്നെ എന്തായാലും റെസ്പെക്ട് ചെയ്യണു. കാരണം എന്താ വെച്ചെങ്കിൽ അത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്തതിൽ അത് അങ്ങനെയാണ് ജയജയക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വരാൻ പോകുന്നുണ്ട്. അതൊരു നാടൻ കൺസെപ്റ്റാണ്, അതിന്റെ കഥയൊക്കെ നാടനാണ്. അതിന്റെ ഒരു ഫൈറ്റൊക്കെ സാധാരണ ഒരു ഓർഡിനറി നാടൻ ടൈപ്പ് ഒരു ഇതാണ്. അങ്ങനെയാണ് സിനിമ ഫീൽഡിൽ വന്ന് നിൽക്കുന്നതിന്റെ കാര്യം. നമ്മളിപ്പോ ഇവിടെ നിൽക്കാനുണ്ടായ കാര്യം അതെ ദുർഗമോളാണ്. അതെ അതെ അതെ. അപ്പൊ ദുർഗമോള് ഈ കുഞ്ഞു നീലിലേക്ക് എത്തി ഇപ്പോ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. എന്താണ് ഒരു അച്ഛൻ അതല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ ഇപ്പോ എന്ത് തോന്നുന്നു? അത് ഒരു വാക്കിൽ പറയാൻ നിവൃത്തിയില്ല. കാരണം സിനിമ അതങ്ങോട്ട് ഫസ്റ്റ് ഡേ പോണു ചെല്ലണു. അതിന്റെ ട്രെയിലർ ലോഞ്ചിൽ പോലും ദുർഗേനെ പുറത്തേക്ക് അറിയിക്കാതെ ഞങ്ങൾ സീക്രട്ടായിട്ട് പിടിച്ചു. കാരണം അതൊരു സർപ്രൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഫിലിമിൽ ഒരുപാട് പോർഷൻസ് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലെ അതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഒതുക്കി വെച്ചിട്ടാണ് ചെല്ലണ തിയേറ്ററിലേക്ക്. ചെന്ന് ഫിലിം കാണുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായി പോയി. അതായത് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായി എന്ന് തന്നെ പറയാം. പിന്നെ അതിനോടൊപ്പം തന്നെ മോള് എന്നെ ഇറുക്കി പിടിച്ചേക്കണു. അവൾക്കും അതൊരു ഫീൽ. എല്ലാവർക്കും ആക്ടിങ് ഒക്കെ മറന്നുപോയി. എല്ലാവരും ഇത് മോളാണ് ചെയ്തതെന്നുള്ളത് മാറി. അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഷൂട്ടിങ്ങിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് അതെ അത് അങ്ങനെ ഒരു സംഭവമേ അല്ല. ഒരു സ്ക്രീനിൽ വന്നപ്പോൾ വേറെ രീതിയായി. നമ്മൾ പ്രതീക്ഷയിലൊക്കെ ഒരുപാട് മോളിൽ പോയി. അത് സൗണ്ട് എഫക്റ്റും അതിന്റെ എല്ലാം കൂടി വന്ന് നമ്മൾ ശരിക്കും ലോക എന്നുള്ള ലോകത്തിലേക്ക് കയറിപ്പോയി. അത് ഭയങ്കര ബ്രില്യൻസി ആയിരുന്നു. എന്തായാലും ഇനി മോക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ആ കളരി ഒന്ന് കാണണം. തീർച്ചയായിട്ടും അവിടെ മോളുടെ കുറച്ച് പ്രകടനങ്ങളും ഞങ്ങൾക്ക് കണ്ടു പറ്റും. കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇത് മകനാണല്ലേ? എന്താ മോന്റെ പേരെന്താ? വൈഷ്ണവ്. എവിടെ പഠിക്കുന്നത്?
ഞാനിവിടെ മുണ്ടത്തിയോട്. പ്ലസ് വണ്ണിന് പഠിക്കണോ അല്ലേ? ഓക്കെ ഓക്കെ. മോനെ മാത്രം കണ്ടില്ലായിരുന്നു. അതെ. അപ്പൊ ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. അതെ. അപ്പൊ ഇതാണ് നീലിക്കുട്ടിയുടെ പെർഫോമൻസ് സിനിമയിൽ. നമ്മൾ ഇവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം അല്ലേ? ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. പിന്നെയും അവസരങ്ങൾ കിട്ടട്ടെ. പിന്നെ ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കൊതി, ഒരു 2 സ്റ്റെപ്പ് എനിക്ക് പഠിപ്പിച്ചു തരാമോ? അല്ല, ഈ ആള് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുന്നത് കേട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോ ഒരു കൊതി. വലിയ വലിയ ഐറ്റം ഒന്നും വേണ്ട, ചെറിയ ഐറ്റം മതി. ശരിക്കും ആ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം ഈ കളരി ആയിക്കോട്ടെ, മാർഷൽ ആർട്സ് ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതിന് ആദ്യം ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നമ്മുടെ ആരോഗ്യം നിലനിർത്താവുന്ന തരത്തിൽ ആദ്യം തന്നെ നമ്മളൊന്ന് ഫിറ്റ് ആക്കണം. അപ്പൊ നമുക്ക് അസുഖങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ബേസ് എക്സസൈസ് ഉണ്ട്. ആദ്യം ആ ബേസ് എക്സസൈസ് പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സ്ട്രെങ്ത് ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതിന്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി സ്കിൽഡ് ആവും. അപ്പോൾ അങ്ങനെ ക്രമേണ കയറി പോവാം. അപ്പോൾ നമുക്ക് തുടക്കം ചെറിയ കുട്ടികൾ പഠിച്ചു വരുന്ന പോലെ അല്ലെങ്കിലും നമുക്കും കളരിയിൽ എൻട്രി ആവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിക്കാനോ പറ്റും. ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. അത് നല്ലൊരു ബേസ് എക്സസൈസ് ആണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന, എത്ര വയ്യാത്ത ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെറിയ ടിപ്പാന്ന് വെച്ചിട്ട് നിസ്സാരമായിട്ട് കാണണ്ട. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കും, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കും, ക്രമേണ വയറ് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയി ഇരിക്കാനും ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാമർ ആവുന്നു. അതെ. അപ്പൊ അതാണ് ദുർഗ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ദുർഗ തന്നെ പഠിപ്പിച്ചോട്ടെ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൈ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ശ്വാസം നന്നായി മൂക്കൂടെ തന്നെ വലിക്കണം. കീഴോട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് കൈ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആവും. തലവേദനകളുള്ളവർക്ക് അങ്ങനെ കുറെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പൊ കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഒരു 25-30 ഒക്കെ തവണ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ സ്പിൻ ചെയ്യണ പോലെയൊക്കെ ആദ്യം ചെയ്യുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു 100-120 തവണയൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത്ര തന്നെ ചെയ്താൽ തന്നെ നല്ല മൊത്തം ഒന്ന് ഫ്രഷ് ആവും. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ തിളങ്ങും, മുഖം നല്ല ബ്രൈറ്റ് ആവും. പ്രത്യേകിച്ച് ഒരു കോസ്മെറ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അങ്ങനെയാണ്. അപ്പൊ അത് നല്ലൊരു എക്സസൈസ് ആണ്. ഉപയോഗിക്കൂ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കളരിയിൽ വന്ന് ഇതൊക്കെ ഒന്ന് കാണാനും കഴിഞ്ഞതിലും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും പിന്നെ അതിനേക്കാളുപരി മോളുടെ പ്രകടനവും അഭിനയവും എല്ലാം പ്രേക്ഷകർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഒരു വലിയ കുടുംബമായി ഈ കളരിയിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകൾ.